തൃശൂർ എളനാട് വനത്തിൽ കാട്ടുതീ. എളനാട് ഫോറസ്റ്റ് സ്റ്റേഷന് സമീപത്തുള്ള തേനായിക്കുളം പ്രദേശത്താണ് കാട്ടുതീ പടർന്നത്. തെക്ക് പ്ലാന്റേഷനാണ് തീ പിടിച്ചത്. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. സൂരജ് സജി ചെയ്യുന്നു. സൂരജ്, തെക്ക് പ്ലാന്റേഷനിലെത്തി എപ്പോൾ തുടങ്ങിയ തീയാണ്? ഇത് വല്ലാതെ വ്യാപിക്കാനിടയുണ്ടോ? കൂടി ഇതിനകം തന്നെ തീ പടർന്നിട്ടുണ്ട് എന്നുള്ളതാണ് വനംവകുപ്പ് തന്നെ നമ്മളോട് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്ന വിവരം. അടിക്കാടിനാണ് തീ പിടിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വലിയ വ്യാപ്തിയിലേക്ക് തീപിടുത്തം പോയിട്ടില്ല. പക്ഷേ ഈ ഉണങ്ങി നിൽക്കുന്ന മരങ്ങളെല്ലാം തന്നെ ഉണ്ട്. വേനലാണ്, പ്രത്യേകിച്ച് ഈ തേക്കിനും പെട്ടെന്ന് തീ പിടിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മരത്തിലേക്ക് തീ പിടിക്കാതിരിക്കുന്നതിന് വേണ്ടി തീ നിയന്ത്രണ വിധേയമാക്കേണ്ടതുണ്ട്. അടിക്കാടാകെ 1 ഏക്കറിലധികം അടിക്കാട് ഇതിനോടകം തന്നെ കത്തി നശിച്ചിട്ടുണ്ട്. കൂടുതൽ ഇടങ്ങളിലേക്ക് തീ പടരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നിലവിൽ ഈ വനംവകുപ്പ് നടത്തുന്നത്. വനംവകുപ്പ് വാച്ചർമാരും അതോടൊപ്പം തന്നെ വനംവകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്നാണ് ഈ തീ അണയ്ക്കാനുള്ള ശ്രമം തുടങ്ങുന്നത്. 12:30 കൂടിയാണ് ഈ മേഖലയിൽ തീപിടുത്തം ഉണ്ടായത്. പക്ഷെ ഇതുവരെയും തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല. പ്ലാന്റേഷനപ്പുറം ഈ വനമേഖലയാണുള്ളത്. കൂടുതൽ വനമേഖലയിലേക്ക് കൂടി ഈ തീ പടർന്നു പിടിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതെല്ലാം മുന്നിൽ അതുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ ഈ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്നത്. എന്തായാലും തീ അധികം വൈകാതെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പ് അറിയിക്കുന്ന കാര്യം. യെസ്, സൂരജ് സജിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.